LDC പരീക്ഷ ജൂലൈയിലാണ് PSC പറഞ്ഞിരിക്കുന്നത്. അത് ഓഗസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. സുജേഷ് പൊർക്കാട് സാർ തുടങ്ങാൻ പോകുന്ന റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. സാർ റിവിഷൻ അടിക്കട എന്ന് പറഞ്ഞിട്ട് സാർ ഒരു പുതിയ ബാച്ച് തുടങ്ങുകയാണ്. CPO വനിതാ CPO മെയ് ജൂലൈയിലായിട്ട് നടത്തപ്പെടും. LSC സെക്രട്ടറി ഉൾപ്പെടുന്ന പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ ജൂണിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? ജൂലൈ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ പരീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും? റിവിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ ഉഷാറോടുകൂടി നമ്മുടെ പ്രദീപ് സാർ നമ്മളെല്ലാവരും അടങ്ങുന്ന ജൂൺ മാസത്തെ PSC കലണ്ടർ വന്നപ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം LDC പരീക്ഷ എന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം LDC നമ്മുടെ ഈ ഒരു 2024 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു കലണ്ടർ, ഒരു ഇയർലി കലണ്ടർ 2024 പരീക്ഷകളിലെ ഒരു കലണ്ടർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കലണ്ടർ പ്രകാരം PSC പറഞ്ഞത് LDC പരീക്ഷ ജൂലൈ സെപ്റ്റംബറിലായിട്ട് നടത്തപ്പെടും. അതുപോലെ തന്നെ LGS സെപ്റ്റംബർ നവംബറിലായി നടത്തപ്പെടും. CPO വനിതാ CPO മെയ് ജൂലൈയിലായിട്ട് നടത്തപ്പെടും. LSC സെക്രട്ടറി ഉൾപ്പെടുന്ന പ്രിലിമിനറി പരീക്ഷ ഏപ്രിൽ ജൂണിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ മെയിൻസ് ഓഗസ്റ്റ് ഒക്ടോബറിലുണ്ടാവും. LPST UPST ജൂൺ ഓഗസ്റ്റ് ജൂലൈ സെപ്റ്റംബറിലായിട്ട് നടത്തപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം CPO പരീക്ഷ മെയ് ജൂലൈയിലാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ നമ്മളിപ്പോൾ കലണ്ടർ വന്നപ്പോൾ കലണ്ടർ ഇവിടെ ജൂൺ മാസത്തിലാണ് CPO പരീക്ഷ നടക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ജൂൺ മാസത്തെ PSCയുടെ പുതിയ കലണ്ടർ പ്രകാരം അതിനകത്ത് കുറേ പരീക്ഷകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ജൂൺ മാസത്തിലേക്ക് CPO പരീക്ഷ മാറ്റപ്പെടുന്നു. ജൂൺ 8 മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ വനിതാ CPO ജൂൺ 29 നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ CPOയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, വനിതാ CPOയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളുടെ മുമ്പിൽ കൃത്യമായൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷനൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടോപ്പിക്കുകളൊക്കെ തീർത്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ ഒരു റിവിഷൻ വളരെ ഊർജ്ജസ്വലമായി തന്നെ പ്രദീപ് സാറും എല്ലാവരും അടങ്ങുന്ന ഒരു റിവിഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻട്രി ആപ്പിൽ 1 ഇയർ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീർച്ചയായിട്ടും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കുട്ടികളൊക്കെ ഉഷാറാക്കും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസങ്ങളും മുമ്പുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായി തന്നെ പഠിച്ച് ആദ്യ റാങ്കിൽ തന്നെ വരാൻ നോക്കുക. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പോലീസിൻ്റെ ലിസ്റ്റിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ റാങ്കിൽ 100-നകത്ത് തന്നെ കടന്നു വരാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. ഓക്കെയാണ് കൂട്ടുകാരെ. അപ്പോൾ ഇനി ഇവിടെ പല വിദ്യാർത്ഥികൾക്കും സംശയമുള്ളവരുടെ കാരണം മെയ് മാസത്തിൽ നടക്കേണ്ട പരീക്ഷ വരുന്നത് ഇപ്പോൾ ജൂണിലേക്കാണ് എടുത്തു മാറ്റപ്പെട്ടത്. അതായത് ഒരു മാസം അങ്ങോട്ടേക്ക് പോയി. മെയ്യിൽ നടക്കേണ്ടത് ജൂണിലേക്ക് പോയി, ഒരു മാസം അങ്ങോട്ടേക്ക് തള്ളപ്പെട്ടു. അപ്പോൾ ഇതേപോലെ നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷയും ഒരു മാസത്തേക്ക് തള്ളപ്പെട്ടു, അങ്ങോട്ടേക്ക് പോയി. ഒരു മാസം മുന്നേ നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ പിന്നിലേക്ക് പോയി. അപ്പോൾ ഇവിടെ പലരുടെയും ചിന്ത ഇതാണ്, LDC പരീക്ഷ ജൂലൈയിലാണ് PSC പറഞ്ഞിരിക്കുന്നത്, അത് ഓഗസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. ഓഗസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ പോകണ്ട. കാരണം ഇവിടെ ഒത്തിരി അധികം ഏകദേശം 12 ലക്ഷത്തോളം അധികം വിദ്യാർത്ഥികൾ എഴുതാൻ പോകുന്ന പരീക്ഷയാണ് LDC പരീക്ഷ. അപ്പോൾ അങ്ങോട്ടേക്ക് നീണ്ടു പോകും തോറും അത് PSCക്കും തലവേദനയാകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC ഇത് ജൂലൈയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ജൂലൈ തന്നെ വെച്ചുകൊണ്ട് പഠിക്കുക. ഉടൻ തന്നെ ജൂലൈയുടെ എക്സാം കലണ്ടർ വരും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ജൂലൈയിൽ അവസാനത്തോടു കൂടി ആദ്യം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ അവസാനത്തോടെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജൂലൈ അവസാനം മുതലായിട്ട് നമ്മുടെ LDC പരീക്ഷ പല ഘട്ടങ്ങൾ ഏകദേശം ഒരു 4-5 ഘട്ടങ്ങളിലായിട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജൂലൈ മാസത്തെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതെല്ലാം താമസിച്ചല്ലോ. മെയ് നടക്കേണ്ട പരീക്ഷ ജൂണിലേക്ക് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓഗസ്റ്റിലായിരിക്കും LDC എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പഠനത്തെ ഉഴപ്പാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സാവകാശം കിട്ടിയെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടെ അവസാനം ഒരു ബേർഡൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? ജൂലൈ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. LGS എന്തായാലും അതിന് ശേഷമായിരിക്കും. എന്തായാലും ജൂലൈ LDC പരീക്ഷയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടായിരിക്കും LGS പരീക്ഷ വരുന്നത്. അപ്പോൾ LGS ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട സമയമുണ്ട്. LGSകാർക്ക് LDCക്കാർ കുറച്ചും കൂടി പഠനത്തെ ശക്തമാക്കുക എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് പോവാണ്. നിങ്ങൾ എൻട്രി ആപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ ഒരു ദിവസം പഠിക്കാം, ഒരാഴ്ചയിലെ പഠന രീതി എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു സാമ്പിൾ സ്റ്റഡി പ്ലാൻ വരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ പാഠപുസ്തകം വെച്ചിട്ട് സോഷ്യലും സയൻസും കംപ്ലീറ്റ് ചെയ്യുന്ന, മാത്സ് കംപ്ലീറ്റ് ചെയ്യുന്ന, ഇംഗ്ലീഷും മലയാളവും കണക്കിനെയും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന, ആനുകാലികം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനൽ തന്നെ കിടപ്പുണ്ട്. അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരുണ്ടാവും, റാങ്ക് ഫെയിൽ വെച്ച് പഠിക്കുന്നുണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നവരുണ്ടാവും, എൻട്രി ആപ്പ് വെച്ച് പഠിക്കുന്നുണ്ടാവും, അല്ല എൻട്രി ആപ്പ് പോലെ മറ്റ് പ്ലാറ്റ്ഫോം വെച്ച് പഠിക്കുന്നുണ്ടാവും. എങ്ങനെ ആയിക്കോട്ടെ
നിങ്ങളുടേതായ രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അവിടെ തന്നെ അത്യാവശ്യം PSC ഇപ്പോൾ LDCയുടെ സിലബസ് ഒക്കെ ഒന്ന് പഠിച്ച് തീർത്ത വിദ്യാർത്ഥികൾ അവർക്ക് പറ്റുന്ന ഏറ്റവും മികച്ച ഒരു ബാച്ചാണ് നമ്മുടെ സുജേഷ് പൊർക്കാട് സാർ തുടങ്ങാൻ പോകുന്ന റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. സാർ റിവിഷൻ അടിക്കടാ എന്ന് പറഞ്ഞിട്ട് സാർ ഒരു പുതിയ ബാച്ച് തുടങ്ങുകയാണ്. സ്പെഷ്യൽ റിവിഷൻ റാങ്ക് ബൂസ്റ്റർ ബാച്ചാണിത്. സോ ഇതിൽ സാർ നമ്മുടെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും സിലബസ് ടച്ച് ചെയ്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ബ്ലൂ പ്രിന്റിലൂടെയും ഒക്കെ സാർ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെ റിവിഷൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബാച്ച് നമ്മുടെ April 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ കോഴ്സിന്റെ ഭാഗമാകാവുന്നതാണ്. ഒരു കാര്യം ഷുവറാണ്, നിങ്ങൾ അത്യാവശ്യം PSC ഒരു പ്രാവശ്യമെങ്കിലും കുറച്ചെങ്കിലും ടോപ്പിക്ക് തീർത്തിട്ട് വന്നിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തിപ്പെടാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം സാർ അത്തരത്തിൽ തന്നെയാണ് സുജേഷ് പൊർക്കാട് സാർ ഇവിടെ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്, നിങ്ങളെ കൊണ്ട് കൃത്യമായി ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ആപ്പിന്റെ ക്ലാസ്സുകളിലൂടെ, ഫ്രീ ക്ലാസ്സുകളുടെയും കമ്മ്യൂണിറ്റിയിലൂടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് എൻട്രി ആപ്പ് ധാരാളം കണ്ടന്റുകൾ തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ എൻട്രി ആപ്പിൽ 1 ഇയർ കോഴ്സിന് വളരെ കുറഞ്ഞ പേയ്മെന്റിലാണ് വിദ്യാർത്ഥികൾ തരുന്നത്. ആ ഒരു പേയ്മെന്റിൽ തന്നെ നമ്മൾ ഇപ്പം നിലവിലൊരു കോഴ്സ് നമ്മൾ എൻട്രിയുടെ LDCയുടെ കോഴ്സ് പോകുന്നുണ്ട്. അതുകൂടാതെ പരീക്ഷ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും, റിവിഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വളരെ ഉഷാറോടുകൂടി നമ്മുടെ പ്രദീപ് സാർ നമ്മളെല്ലാവരും അടങ്ങുന്ന റിവിഷൻ കോഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നതാണ്. മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ എല്ലാ ആഴ്ചയിലും 3 ലൈവ് എക്സാം മോഡൽ പരീക്ഷകൾ വെച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഉഷാറോട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.